കെ സി 2 അക്ഷരമാണ്. കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയാകുമോ? ചാനലുകളൊക്കെ ചർച്ച ചെയ്ത് പറയുന്നു കെ സിയും അത് ആസ്വദിക്കുന്നു. വരട്ടെ, ചർച്ചകളൊക്കെ നടക്കട്ടെ, എൻ്റെ പേരും ഇങ്ങനെ വരുന്നുണ്ടല്ലോ, ഞാൻ മുഖ്യമന്ത്രി ആയാലും ഇല്ലെങ്കിൽ എൻ്റെ പേരും വരുന്നുണ്ടല്ലോ. 40 സീറ്റിലേക്ക് ഒഴിഞ്ഞ് UDF മാറി. 2ാം പിണറായി സർക്കാർ അതിഗംഭീരമായി ഇവിടെ വന്നു. അപ്പോൾ രമേശ് ചെന്നിത്തല ഒഴിവായി എന്ന് പറയില്ല, ഒഴിവാക്കി. KPCC പ്രസിഡന്റിനെയും മാറ്റി. സുധാകരനെ കൊണ്ടുവന്നു. സുധാകരൻ ഇപ്പോൾ ഇവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞു. സെമി കേഡർ പാർട്ടിയാക്കുമെന്ന് പറഞ്ഞു. ഒന്നും സംഭവിച്ചില്ല. കുറേ ബഹളവും വായ്ത്താരിയും ഉണ്ടാക്കിയിട്ട് അദ്ദേഹം പോയി എന്നുള്ളല്ലാതെ കോൺഗ്രസ്സിൽ ഒന്നും സംഭവിച്ചില്ല. അത് കഴിഞ്ഞ് സണ്ണി ജോസഫ് വന്നു. അത് പിന്നെ പാവപ്പെട്ട ഒരാളായിട്ടിരിക്കുന്നുണ്ട്, അതങ്ങ് പോകുന്നു. എന്തായാലും VD സതീശനെ പ്രതിപക്ഷ നേതാവാക്കി. ശരിയായാലും തെറ്റായാലും 40 സീറ്റിൽ തുടങ്ങിയ VD സതീശൻ പ്രതിപക്ഷ നേതാവ് എന്നുള്ളതിനിൽ ഒരുപക്ഷെ രമേശ് ചെന്നിത്തലയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ രണ്ട് ശൈലിയാണ്. രമേശ് ചെന്നിത്തല ഉയർത്തിക്കൊണ്ടുവന്ന അത്രയും വിഷയങ്ങൾ സതീശൻ ഉയർത്തിക്കൊണ്ടുവന്നോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും ഇല്ല എന്ന് പറയേണ്ടി വരും. രമേശ് ചെന്നിത്തല കാണിച്ച ഷ്രൂഡ്നെസ്, ഭരണകക്ഷത്തോടുള്ള ഒരു ഷ്രൂഡ്നെസ് VD സതീശൻ കാണിച്ചോ എന്ന് ചോദിച്ചാൽ അതും ചിലപ്പോൾ നമുക്ക് ഇല്ല എന്ന് പറയേണ്ടി വരും. അങ്ങനെ മാർക്ക് എടുക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ചിലപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് 1 മാർക്കോ 2 മാർക്കോ കൂടുതൽ കൊടുക്കേണ്ടി വരും. പക്ഷേ VD സതീശൻ കഴിഞ്ഞ 5 വർഷക്കാലവും കേരള സമൂഹത്തിൽ ഒരുപാട് നിലപാടുകൾ പറയുകയും എല്ലാ തെരഞ്ഞെടുപ്പിനും അത് ഉമാ തോമസിൻ്റെ തൃക്കാക്കര PT തോമസ് മരിച്ചുപോയ ഉമാ തോമസ് മത്സരിച്ച തൃക്കാക്കരയാകട്ടെ, അവിടെ ഇലക്ഷൻ മാനേജറായിരുന്നു. പുതുപ്പള്ളിയിൽ ഇലക്ഷൻ മാനേജറായിരുന്നു. പാലക്കാട് ഇലക്ഷൻ മാനേജറായിരുന്നു. അത് കഴിഞ്ഞിട്ട് നിലമ്പൂർ ഇലക്ഷൻ മാനേജറായിരുന്നു. വളരെ ഭംഗിയായ ടീം UDF എന്നുള്ള കൺസെപ്റ്റിൽ വളരെ വലിയ നിലയിൽ എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കുന്നതിനും പിണറായിയെ ഒരു പരിധിവരെ പ്രതിരോധിക്കുന്നതിനും നിലപാടുകൾ ഒരുപാട് പറയുന്നതിനും കോൺഗ്രസ്സിന് കുറച്ചുകൂടി ഒരു ആദർശാത്മക മുഖം കൊടുക്കുന്നതിനും പ്രത്യേകിച്ച് PV അൻവറിനെയൊക്കെ എടുക്കണോ വേണ്ടേ എന്നുള്ള കാര്യത്തിലൊക്കെ വളരെ കൃത്യമായ ഒരു ആദർശാത്മക മുഖം കൊടുക്കുന്നതിലുമൊക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് VD സതീശൻ. നമുക്കത് സമ്മതിക്കാതിരിക്കാൻ കഴിയത്തില്ല. അതുപോലെ തന്നെ പിന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ കാര്യം, ജമാഅത്ത് ഇസ്ലാമി എടുത്തു, അത് വേറെ വിഷയം. എങ്കിലും അത്തരം നിലപാടുകളിലൊക്കെ കുറേ കൂടി നിലപാടുകൾ പറയുന്ന ഒരാളായിരുന്നു. NSSനെയും SNDPയെയും വെള്ളാപ്പള്ളി നടേശൻ നന്നായി തെറി പറഞ്ഞിട്ടും തിരിച്ചൊന്നും പറയാതെ പ്രായത്തേക്ക് ബഹുമാനിച്ചു എന്നൊക്കെ പറഞ്ഞു നിന്നു. NSS വളരെ മോശമായി സുകുമാരൻ നായർ സതീശനെ പറഞ്ഞിട്ടും സതീശൻ അതിനൊന്നും പ്രതികരിച്ചില്ല. അങ്ങനെ കുറേ കൂടി പക്വത. പിന്നെ ഇപ്പം ഈ യൂട്യൂബിൽ ഫേസ്ബുക്കിൽ ചില സാധനങ്ങൾ ഇടുന്നുണ്ട്, അത് ഒഴിവാക്കണം സതീശൻ. VD സതീശൻ അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. കാട്ടിൽ ചെന്നിരുന്നിട്ട് റിസോർട്ടിൽ ചെന്നിരുന്നിട്ട് പടം വിട്ട് അതൊന്നും ശരിയല്ല, അതൊന്നും അല്ല പൊളിറ്റിക്സ്. പോട്ടെ, അതവിടെ നിൽക്കട്ടെ. എന്തായാലും VD സതീശൻ വെളുക്കുന്നോരെ വെള്ളം കോരിയതിന് ശേഷം KC വരും എന്നുള്ള ഒരു ചിത്രം കൂടി ഇവിടെ വരുന്നുണ്ട്. KC വേണുഗോപാൽ മത്സരിച്ചിട്ടില്ല യഥാർത്ഥത്തിൽ. പക്ഷേ 6 മാസത്തിനകത്ത് എവിടെയെങ്കിലും മത്സരിച്ചാൽ മതി. AICC ഒക്കെ പറയുകയാണെങ്കിൽ 6 മാസത്തിനകത്ത് മത്സരിച്ച് ജയിച്ചാൽ മതി. ഇന്നത്തെ ഗ്രൂപ്പ് സമവാക്യം നോക്കിയാൽ അതാണ് നമുക്ക് ഇമ്പോർട്ടൻസ്. ഗ്രൂപ്പ് സമവാക്യം നോക്കിയാൽ പഴയ A ഗ്രൂപ്പുകാരാണ് കൂടുതൽ പേരും. പക്ഷേ പഴയ A ഗ്രൂപ്പ് എന്ന് പറയാൻ ഇന്ന് അതിനൊരു നേതാവില്ല. ഉമ്മൻചാണ്ടി കൂടെ അങ്ങ് മരിച്ചു കഴിഞ്ഞപ്പോൾ വളരെ ശക്തനായ ഒരു നേതാവ് A ഗ്രൂപ്പിനില്ല. എല്ലാവരെയും അട്ടിമറിക്കാൻ കഴിയുന്ന, ചാണക്യ തന്ത്രങ്ങൾ പ്രയോഗിക്കാൻ കഴിയുന്ന ഒരു A ഗ്രൂപ്പ് നേതാവില്ല. നേരത്തെ ആൻ്റണി ഉണ്ടായിരുന്നു. ആൻ്റണിക്ക് വേണ്ടി ഉമ്മൻചാണ്ടി എല്ലാം ചെയ്യുമായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ കാലം കഴിഞ്ഞോടുകൂടി അങ്ങനെ ശക്തമായ ഒരു A ഗ്രൂപ്പില്ല. പക്ഷേ എങ്കിലും എണ്ണത്തിൽ A ഗ്രൂപ്പുകാരാണ്, പഴയ A ഗ്രൂപ്പുകാരാണ് MLA മാരായി മത്സരിച്ചിരിക്കുന്നത്. ജയിക്കാൻ സാധ്യതയുള്ളതും A ഗ്രൂപ്പുകാരാണ്. പിന്നെ KC വേണുഗോപാലിൻ്റെ ആളുകളാണ് കൂടുതൽ നിന്നിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തലയുടെ ആളുകളാണ് കൂടുതൽ നിന്നത്. VD സതീശൻ്റെ ഒരു 8-10 പേരെ VD സതീശൻ്റെ ആളുകളായിട്ടുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു കണക്ക്. പഴകുളം മധുവൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് KC വേണുഗോപാലിൻ്റെ. പഴകുളം മധുവൊക്കെ കുറച്ചുകൂടി സാംസ്കാരികമായിട്ടൊക്കെ നിൽക്കുന്ന ആളുകളല്ലേ എന്നെനിക്ക് നന്നായി അറിയാവുന്ന ആളാണ്. ഈ സാംസ്കാരിക വിഭാഗത്തിൻ്റെയും ഈ പ്രിയദർശിനി പബ്ലിക്കേഷൻ വിഭാഗത്തിൻ്റെയൊക്കെ ചുമതലയുള്ള ആളാണ്. നല്ല ഒരു കോൺഗ്രസിനകത്ത് സാംസ്കാരികമായി ചിന്തിക്കുകയൊക്കെ ചെയ്യുന്ന നല്ലൊരു ആളാണ്. ഇപ്പോൾ അവിടെ മത്സരിക്കുകയും ചെയ്യുന്നു. ഇനി ജയിച്ചാൽ മന്ത്രിയാവുമെന്ന് നമുക്കറിയത്തില്ല. കാര്യം പത്തനംതിട്ടയ്ക്ക് ഒരു മന്ത്രിസ്ഥാനം കൊടുക്കണം എന്നൊക്കെ ചിന്തിച്ച് വന്നാൽ ചിലപ്പോൾ പഴകുളം മന്ത്രിയാവാം. അത് ആരും എന്തും ആകാമല്ലോ ഭരണം വരികയാണെങ്കിൽ. അങ്ങനെ പക്ഷേ പഴകുളം മധുവും വായക്കുകൾക്കിടയിലൂടെ, വരികൾക്കിടയിലൂടെ KC വേണുഗോപാലിൻ്റെ ഒരു ഭക്തി കാണിച്ചിട്ടുണ്ട്. നിങ്ങളാരും അങ്ങനെ KC വേണുഗോപാൽ സംഘടനാ സെക്രട്ടറിയാണ്, AICCയുടെ സംഘടനാ സെക്രട്ടറിയാണ്. വളരെ വലിയ പൊസിഷനിലിരിക്കുന്ന ആളാണ് പാർട്ടിക്കകത്ത്. നാളെ UPA ഗവൺമെൻറ് നാളെ അധികാരത്തിൽ വന്നാൽ, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി വന്നാൽ
പ്രധാനമന്ത്രി കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്ഥാനത്ത് വരുന്നൊരു പോസ്റ്റാണ്. വളരെ വലിയ അടുത്ത മന്ത്രിയായിരിക്കും. വളരെ വലിയ പൊസിഷനിൽ നിൽക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലെ ഇന്ത്യയിലെ വലിയൊരു സംഘടന സെക്രട്ടറി എന്നുള്ള നിലയിൽ വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആളുടെ കേസുമാണ്. നിങ്ങൾ പഴകുളം മധുവോ അതുപോലുള്ള സുഹൃത്തുക്കളോ ആരെങ്കിലും ഒക്കെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് ഈ കെ സി വേണുഗോപാലിനെ താങ്ങി നിർത്തേണ്ട കാര്യമോ അല്ലെങ്കിൽ കെ സി വേണുഗോപാലിനെ പിന്നെ എന്താണ് മിടുക്കനാണെന്ന് കേരള സമൂഹത്തിൽ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഇഗ്നോർ ചെയ്യുക എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയിൽ എനിക്ക് കോൺഗ്രസ്സുകാരോടും കമ്മ്യൂണിസ്റ്റുകാരോടും BJP എല്ലാവരോടും പറയാനുള്ളത് ചിലതൊക്കെ ഇഗ്നോർ ചെയ്യുക എന്നുള്ളതാണ്, ചിലത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. KPCC ഒക്കെ ഇത് നല്ല ക്ലാസ്സുകൾ കൊടുക്കേണ്ടതാണ്. ഈ കാണുന്ന സകല കാര്യങ്ങൾക്കും കയറി മറുപടി അടിച്ച് നീണ്ട പോസ്റ്റുകളാണ്. മറ്റേ മഹാഭാരതം എഴുതും പോലെ നീണ്ട അങ്ങനെ നിങ്ങൾക്ക് എഴുതാൻ കഴിവുണ്ടെങ്കിൽ വല്ല കഥയോ നോവലൊക്കെ എഴുതുക. പ്രസിദ്ധീകരിച്ച പുസ്തകമൊക്കെ പ്രത്യേകിച്ച് അവാർഡൊക്കെ കിട്ടും. നിങ്ങളിങ്ങനെ എഴുതി പിടിപ്പിക്കുകയാണ് നിങ്ങളെല്ലാം എഴുതുന്നത് നിങ്ങളുടെ കൂടെയുള്ള ഈ സോഷ്യൽ മീഡിയ കഴിയുന്ന പിള്ളേരായിരിക്കും, ചിലപ്പോൾ ന്യൂജൻ പിള്ളേരായിരിക്കും ഇരുന്ന് എഴുതി പിടിപ്പിക്കുന്നത്. നിങ്ങളെ കാണിക്കുമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ അനുവാദം എടുക്കുമായിരിക്കും. പക്ഷേ എന്തോരം എഴുതി പിടിപ്പിക്കുന്നു. എന്തിന്? കുറച്ച് പേർ രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി എഴുതി പിടിപ്പിക്കുന്നു, കുറച്ച് പേർ KC വേണ്ടി എഴുതി പിടിപ്പിക്കുന്നു, കുറച്ച് പേർ സതീഷിന് വേണ്ടി എഴുതി പിടിപ്പിക്കുന്നു. എന്തായാലും KC വേണുഗോപാൽ ഇന്നത്തെ സമവാക്യം എടുത്താൽ, അതായത് കേന്ദ്ര അധികാരം കണക്കിലെടുത്താലും KC വേണുഗോപാൽ വരാൻ സാധ്യതയുണ്ട്. കാരണം രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും മല്ലികാർജുന ഖാർഗെയുടെയൊക്കെ സ്വന്തം പുത്രനാണ് KC വേണുഗോപാൽ. അങ്ങനെയാണെങ്കിൽ KCക്ക് വരാൻ സാധ്യതയുണ്ട്. പിന്നെ കണക്കുകളെടുത്താൽ A ഗ്രൂപ്പും KCയും കൂടെ ഒന്നിച്ച് നിന്നാൽ, KCയുടെ ആളുകളോട് ഒന്നിച്ച് നിന്നാൽ തീർച്ചയായിട്ടും വരാൻ സാധ്യതയുണ്ട് KC. ഇനി KC വന്നാൽ 6 മാസത്തിനകത്ത് എവിടെ നിന്നെങ്കിലും ജയിക്കണം. പക്ഷേ അപ്പോഴും ഒരു അനീതി അതിനകത്ത് കാണുന്നു. തീർച്ചയായിട്ടും VD സതീശനാണ് ഈ കൂടുതൽ. അതിൽ പിന്നെ രമേശ് ചെന്നിത്തലയും VD സതീശനും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ രമേശ് ചെന്നിത്തലയാണ് അനുഭവ പരിചയത്തിൽ കൂടുതൽ മന്ത്രിയായിരിക്കുകയും നിരവധി തവണ MLA ആയിരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള എണ്ണം നോക്കുമ്പോൾ VD സതീശന് മോശമല്ല, പല പ്രാവശ്യമായി. എന്നാലും മന്ത്രിയൊക്കെ ആയിരുന്ന ഒരു ഭരണപരിചയം രമേശ് ചെന്നിത്തല കൂടുതലുണ്ട്. അതുകൊണ്ട് താരതമ്യേന ജൂനിയർ എന്ന് പറയുന്നത് VD സതീശനാണ്. എങ്കിലും പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷ നേതാവാകാൻ കൊള്ളാം, മുഖ്യമന്ത്രിയാകാൻ മോശം എന്ന് പറയുന്നത് ഞാനൊരു പഴയ കഥ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞങ്ങളുടെ നാട്ടിൽ ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു. ആ ലൈബ്രറി ഇപ്പോഴില്ല, വളരെ പ്രസിദ്ധമായ ലൈബ്രറി ആയിരുന്നു. ആ ലൈബ്രറിയിൽ ഒരു ആഘോഷ പരിപാടി വെക്കാൻ തീരുമാനിച്ചു. എല്ലാ വർഷമുള്ള ആഘോഷമാണ്. ആ ആഘോഷത്തിന് ആ സമയത്ത് വളരെ ജൂനിയർ പ്രായമുള്ള, ചെറിയ പ്രായമുള്ള ഞാനാണ് സെക്രട്ടറി. എനിക്ക് മുമ്പ് ഇരുന്നവരെല്ലാം വളരെ വലിയ പ്രായമുള്ളവരാണ്. ഞാൻ വളരെ ജൂനിയറായിട്ട് ഒരാൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സെക്രട്ടറിയായി. അപ്പോഴവിടെ ഒരു സ്വാഗത സംഘം എടുത്തു. എല്ലാ വർഷവും സ്വാഗത സംഘം എടുക്കും. സ്വാഗത സംഘം എടുത്തിട്ട് ആരെ കൊണ്ടുവരാം? അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ സ്പീക്കറെ കൊണ്ടുവരണം എന്ന് വിചാരിച്ചു. അന്ന് സ്പീക്കർ വർക്കൽ രാധാകൃഷ്ണനാണ്. കൊണ്ടുവരാതിരിക്കാൻ ഒരുപാട് ശ്രമിച്ചു, അത് വേറെ കഥ. പക്ഷേ ഭരണം മാറിയവരൊക്കെ ശ്രമിച്ചു. പക്ഷേ എന്തായാലും കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ ആ നടന്ന സ്വാഗത സംഘത്തിൽ അതുവരെ 10-20 വർഷമായ സംഘടനയാണ്. അതുവരെ അവിടെ അതിൻ്റെ പ്രസിഡൻ്റ് എന്ന് പറയുന്ന ആളായിരിക്കും ചെയർമാൻ, രക്ഷാധികാരി വേറെ ഒരാളായിരിക്കും, സെക്രട്ടറി ആയിരിക്കും കൺവീനർ ഈ ആഘോഷ കമ്മിറ്റിയുടെ. പക്ഷേ അന്ന് ഞാൻ ജൂനിയറാണ് എന്നൊരു ന്യായം പറഞ്ഞ് സ്പീക്കറെ കൊണ്ടുവരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ മാറ്റി കൺവീനറായിട്ട് മറ്റൊരാളെ വെച്ചു. ഇത് എല്ലായിടത്തും നടക്കും, സകല സ്ഥലത്തും നടക്കും. സെക്രട്ടറി ആവാൻ കൊള്ളാം, പിന്നെ സ്പീക്കറെ കൊണ്ടുവരാനുള്ള പരിപാടി നടത്താൻ കൊള്ളാം, പക്ഷേ കൺവീനറാകാൻ കൊള്ളില്ല. എന്നിട്ട് എന്ത് സംഭവിച്ചു? സ്പീക്കർ വന്നു. ഞാൻ ഒരു വലിയ ഉടുപ്പൊക്കെ എടുത്തിട്ട്, 2 പോക്കറ്റുള്ള ഉടുപ്പൊക്കെ എടുത്തിട്ട്, സ്പീക്കറെ, ചെറിയ കുട്ടിയാണ്, സ്പീക്കറെ കൂടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി. സ്പീക്കറെ വന്ന് സ്പീക്കറൊക്കെ സ്വീകരിച്ചൊക്കെ ഇരുത്ത് ഓടിയപ്പോൾ അവസാനം സ്വാഗതം പറയുമ്പോൾ സ്വാഭാവികമായിട്ട് കൺവീനറാണ് സ്വാഗതം പറയുന്നത്. സെക്രട്ടറിക്ക് റോളില്ലാതെ പോയി. അവിടുത്തെ ചരിത്രത്തിലാദ്യമായി ആ ക്ലബിൻ്റെ ഒരു വലിയ പരിപാടിയിൽ സെക്രട്ടറി സ്വാഗതം പറഞ്ഞില്ല. പക്ഷേ ഈ സെക്രട്ടറിക്ക് ഒരു ചെറിയ അവസരം കിട്ടിയ അവസരം ഈ ആങ്കർ ചെയ്യാൻ, അതായത് കുട്ടികൾക്ക് പ്രൈസൊക്കെ കൊടുക്കുന്ന പേരൊക്കെ വിളിക്കാൻ അവസരം കിട്ടിയപ്പോൾ അതിൻ്റെ ഒരു സ്മാർട്ട്നെസ്സൊക്കെ കണ്ട് സ്പീക്കർ അടുത്തോട്ട് വിളിച്ചു ചോദിച്ചു, സെക്രട്ടറി ആണല്ലേ? ഞാൻ പറഞ്ഞു, അതെ. സെക്രട്ടറി എന്താ സ്വാഗതം പറയാത്തത്? അതല്ലേ എൻ്റെ മര്യാദ എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും ബ്ലിങ്കസ്യായി. അങ്ങനെയൊക്കെ കൊണ്ട് പ്രതിപക്ഷ നേതാവായിരുന്ന് 5 വർഷം കൊണ്ട് സീറ്റ് പിടിക്കാൻ ഓടാൻ സതീശനും, ഓട്ടം കഴിയുമ്പോൾ കേക്ക് കഴിക്കാൻ KC വേണുഗോപാലും വരുമോ എന്നുള്ളതും കോൺഗ്രസ്സിലെ കൗതുക കാഴ്ചയാണ്. ഈ പാർട്ടിയെ കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ല. ഇത് കോൺഗ്രസ്സാണ്, എന്തും സംഭവിക്കാം.